ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് എനിക്ക് എൻ്റെ കഥാപാത്രത്തിന്റെ പേര് കിട്ടിയത്. ദേവി എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്. അതെനിക്ക് ആദ്യത്തെ സർപ്രൈസ് ആയിരുന്നു. അപ്പൊ കാവ്യ ചേച്ചിയുടെ പിന്നെയും ആ ഒരു ഫിലിമിലെ കഥാപാത്രത്തിന്റെ പേരെന്താണ് ശരിക്കും? ഞാൻ അതല്ലേ ഇപ്പൊ പറഞ്ഞത്. ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ സിസ്റ്റേഴ്സ് ആയിട്ടൊക്കെ കാണാൻ പാടുള്ളൂ. പക്ഷെ എന്റെ അച്ഛനെ നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന്. നീ സുഗന്ധവല്ലി ഇത് കേട്ടിട്ടുണ്ടാ? സുഗന്ധവല്ലിന്ന് ഞാൻ എവിടെയോ? അയ്യോ അതെന്റെ ഭാര്യയല്ലേ. നിങ്ങളല്ല വെയിറ്റർ, ഞാനാണ് വെയിറ്റർ. ഞാൻ അരമണിക്കൂറായി ഒരു ചിക്കൻ കബാബിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സീരിയൽ ആർട്ടിസ്റ്റ് മനോജ് കുമാർ. ഏത് സീരിയല്? പോക്കുവെയിൽ. മദ്യപാനിയുടെ ശല്യം സഹിക്കാണ്ട് ഭാര്യ മാച്ചിയെടുത്ത് അടിച്ചിനി, ഭർത്താവ് ചത്തിനി. വെൽക്കം ടു കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി. ചിരിയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദിനേട്ടാ, ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് ആരാണെന്ന് അറിയോ? നമ്മൾ മലയാളികൾക്ക് അന്നും ഇന്നും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു താരസുന്ദരിയാണ്. 1991 ബാലതാരമായി വന്ന് മലയാളികളുടെ എല്ലാം ആയി മാറിയ കാവ്യ മാധവനാണ് ഇന്ന് കോമഡി സൂപ്പർ നൈറ്റ് 2 ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ലെറ്റ്സ് വെൽക്കം കാവ്യ മാധവൻ. അപ്പോൾ പിന്നെയും എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടാണ് കാവ്യ ചേച്ചി ഇന്ന് നമ്മളോട് കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ചേച്ചി വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ. എക്സ്പീരിയൻസ് ഒരു എന്താ പറയാ, നമ്മള് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും അറിയാം, അടൂർ സാർ അങ്ങനെ നമ്മൾ നോർമൽ സിനിമകൾ ചെയ്യുമ്പോൾ കഥ കേട്ട് സ്ക്രിപ്റ്റ് വായിച്ച് അങ്ങനെ ഒരു പ്രൊസീജിയർ അല്ല അദ്ദേഹത്തിൻ്റെ പടത്തിൽ. ഞാൻ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് എനിക്ക് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കിട്ടിയത്. ദേവി എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്. അതെനിക്ക് ആദ്യത്തെ സർപ്രൈസ് ആയിരുന്നു. പക്ഷെ അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പടത്തിൽ മാത്രമായിരിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക്. ഞാൻ ഓരോരുത്തർ ഓരോ തരത്തിലായിരിക്കും അതിനെടുക്കുക. ഞാനത് എൻജോയ് ചെയ്യാ ചെയ്തത് ആ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ കാവ്യ ചേച്ചിയുടെ പിന്നെയും ആ ഒരു ഫിലിമിലെ കഥാപാത്രത്തിന്റെ പേരെന്താണ് ശരിക്കും? ഞാൻ അതല്ലേ ഇപ്പൊ പറഞ്ഞത്. ദേവി എന്നാണ് പേരെന്ന് പറഞ്ഞു കേട്ടോ, ഒരു പ്രാവശ്യം പറഞ്ഞു. സാരല്ല, ദേവി അല്ല, ഒരബദ്ധം ആർക്കായാലും പറ്റാല്ലേ. ദേവി എന്നാണ്. അപ്പൊ ദേവി ശ്രീദേവി ആ ഒരു ക്യാരക്ടർ പോലെ ഞാൻ പറയാം. ദേവി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. സ്കൂൾ ടീച്ചറാണ്. അതെ, അതാണ് എനിക്ക് അറിയേണ്ടത്. ആ ഒരു ടീച്ചറിന്റെ കാര്യം മാത്രം പറഞ്ഞില്ല. നിലത്തിങ്ങനെ വീണിട്ട് ഉരുണ്ടിട്ടുണ്ടല്ലോ, മേലൊക്കെ പൊട്ടിയിട്ട് പറഞ്ഞൊരു ഉള്ളിന്ന് വന്നാണത്. ടീച്ചറാണ്. കൂടുതൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു സ്പെഷ്യൽ പാക്കേജ് പറയാനുള്ളത്, എന്നും എപ്പോഴും സിനിമകളിൽ ഏറ്റവും മികച്ച കോമ്പിനേഷൻസിൽ ഒന്നാണ് ദിലീപ് ഏട്ടനും കാവ്യം കൂടി വരുമ്പോൾ എപ്പോഴും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഒരു കോമ്പിനേഷന്റെ മാജിക് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അടൂർ സാർ ഒരു സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആളുകൾ തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോൾ കിട്ടാൻ പോകുന്നത് അല്ലേ? അത് ഓക്കെ, ആൾക്കാരിപ്പം വിനയ് പറഞ്ഞ പോലെ അതൊരു ആൾക്കാർ അംഗീകരിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. പക്ഷെ ഇപ്പം മീശമാധവൻ പോലെ കാണാൻ വരരുത്. ഇപ്പം അദ്ദേഹം അടൂർ സാറ് തന്നെ പ്രസ് മീറ്റിൽ പറഞ്ഞൊരു കാര്യം, നമ്മളൊക്കെ പ്രൊമോഷൻ, നമ്മുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ പ്രൊമോഷന് പോകാറുണ്ട്. മാക്സിമം നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ചിലപ്പോൾ നമുക്ക് ഉള്ളതുകൊണ്ട് അറിയാം ഈ സിനിമയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയെങ്കിലും അത് നമ്മൾ പറയാൻ പാടില്ലല്ലോ. നമ്മൾ നമ്മുടെ സിനിമയുടെ ആ ജോലിയുടെ ഭാഗമായിട്ട് എത്രത്തോളം ആൾക്കാരെ തിയേറ്ററിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മാക്സിമം അതിൻ്റെ നല്ല നല്ല എലിമെന്റ്സ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷെ സാറ് പറഞ്ഞൊരു കാര്യം, ഒരിക്കലും നമ്മളങ്ങനെ പറയരുത് എന്നാണ്. നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് വരൂ, ഒരു പ്രതീക്ഷയും വെക്കാതെ. എന്തിനാ നിങ്ങൾ കഥ അറിയണം? അത് തിയേറ്ററിൽ റിലീസ് ആവുമ്പോൾ കാണില്ലേ? അത് വളരെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ? അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം ഓരോന്ന് 12 സിനിമകൾ എന്തുവാണ് അദ്ദേഹം ഇത്രയും വർഷത്തിൽ 50ാമത്തെ വർഷമാണ് അടൂർ സാറിന്റെ സിനിമയിൽ വന്നിട്ടുള്ള. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ്. പക്ഷെ എന്നാലും എല്ലാ സിനിമയിലും പൊതുവായിട്ടൊരു സാമൂഹ്യ രാഷ്ട്രീയം പറഞ്ഞു പോകുന്നുണ്ട്. ഇതിലും അതുണ്ട്. പക്ഷെ ഇതിലൊരു കുടുംബ പശ്ചാത്തലം കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഞാൻ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പുതിയ പടം ഏതാ? പുതിയ പടം പിന്നെയും. അതെന്ന് റിലീസ്?
അത് 18-ന്. ആ ഓക്കെ, ഞാൻ ചേച്ചിയുടെ പടങ്ങളെല്ലാതും കാണാറുണ്ട്. ആണോ? ആഹാ. ഏതാണ് ഇഷ്ടപ്പെട്ട സിനിമ? ഏതാ? മദാമ മദാമയോ? അല്ല ഗദാമ. പിന്നെ ചേച്ചി ആ. വേറെ കാര്യം, ചേച്ചിയും ഭാവന ചേച്ചിയും സ്ത്രീകളോട് ചെയ്തത് ശരിയല്ല, എനിക്ക് എന്താ? ഇഷ്ടപ്പെട്ടുള്ളത്. എന്താ ചെയ്തേ? കണ്ണുനീർ തുള്ളിയ സ്ത്രീകളോട് ഉപയോഗിച്ചില്ലേ ചേച്ചിയും ഭാവന ചേച്ചിയും കൂടി? എടാ, അത് മനസ്സിലായില്ലേ? കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനേ. എടാ ഒരു സിനിമാ പാട്ടാണ്. പാട്ടൊക്കെ ഇഷ്ടാണോ? ആ പാട്ട് ഇഷ്ടമാണ്. പാടുവോ? ആ പാടും. പാട്ട് മാത്രല്ല, ഞാൻ നന്നായിട്ട് കവിത ചൊല്ലും. ആണോ? ആ ചേച്ചിക്ക് കവിത നല്ല എനിക്കിഷ്ടാ. ഒന്ന് ചൊല്ലിക്കോ. വേണ്ട വേണ്ട, പാട്ടൊന്നും പാടണം. അയ്യോ, പാടിക്കോട്ടെ. പാവം കുഞ്ഞല്ലേ, അല്ല ഒരു പാട്ട് പാടിക്കോട്ടെ. പാട് പാട് പാടിയിട്ട് പെട്ടെന്ന് നോക്കിക്കോളണം. ആ അപ്പൊ ചേച്ചി എന്നെ അനുഗ്രഹിക്കണം. ആ, ശരി ശരി. രേണുകേ നീരാഗരേണു കിനാവിന്റെ നീല കടമ്പിൻ പരാഗരേണു വിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലക നമ്മൾ. എങ്ങനെയുണ്ട് ചേച്ചി എന്റെ കവിത? പാട്ടൊക്കെ കൊള്ളാം. അടിപൊളി അടിപൊളി അടിപൊളി. അല്ല, ഒരു കാര്യം ചെയ്യട്ടെ, ഈ പ്രായത്തിൽ ഇങ്ങനത്തെ പാട്ടൊക്കെയാണ്. ഇത് ഭയങ്കര പ്രണയാണല്ലോ ഈ പാട്ട്. പ്രണയോ എന്റെ പൊന്നോ, ഇത് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെ ലൈൻ അടിക്കുന്ന ആളാ. ആര്? ആര്? സൂരജ്. ഇത് എത്രാം ക്ലാസ്സിലാ? ഞാൻ ആർലി. ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ സിസ്റ്റേഴ്സ് ആയിട്ടൊക്കെ കാണാൻ പാടുള്ളൂ, അനിയത്തിമാരെ പോലെ. അല്ല, അവര് അനിയത്തിമാരായിട്ട് കാണുന്ന കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ അച്ഛനെ നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചാ. അയ്യോ, ചേച്ചി എനിക്ക് ഇപ്പൊ ഞാൻ ചേച്ചിക്ക് വേണ്ടി ഒരു കവിത ചൊല്ലില്ലേ, എനിക്ക് വേണ്ടി ചേച്ചി ഒരു പാട്ട് പാടണം. അത് നല്ലൊരു പോയിന്റ് ആണ്. അതിനു വേണ്ടിയായിരുന്നു ഈ കവിതയൊക്കെ ചൊല്ലിയത്. ആ അതിനു വേണ്ടി അപ്പൊ ഞാൻ മൈക്ക് മേടിച്ചു തരാം. മൈക്കിൽ പാടിന് വല്ല പേടിയുണ്ടോ? ഇല്ല, ചെറിയ. ഇനിയിപ്പോ പേടിയുണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ കോമഡി സൂപ്പർ നൈറ്റിന്റെ ആസ്ഥാന ഗായകനാണിത്. പുള്ളിയോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാ ആ. മതി. Thank you. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു കുനു ചിറകുമായി വരിക ശലഭമേ. സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപൂട്ടവേ. വേനൽ പൊള്ളും നെറുകിൽ മെല്ലെ നീ തൊട്ടു. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു കുനു ചിറകുമായി വരിക ശലഭമേ. സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപൂട്ടവേ. വേനൽ പൊള്ളും നെറുകിൽ മെല്ലെ നീ തൊട്ടു. താങ്ക് യു. പാട്ട് സൂപ്പർ ആയിരുന്നു, Thank you. അടിപൊളി. അപ്പൊ പടം എന്ന റിലീസ് 18. ആ 18-ാം തീയതി. അപ്പൊ ഞാനും നിങ്ങൾ എല്ലാവരും പോയി കാണണം. പിന്നെയും ഞാൻ പിന്നെയും പോയി കാണും. ഓക്കെ ആ ഓക്കെ. താങ്ക് യു. കാവ്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ കുറെ കലാകാരന്മാര് നല്ല ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റ് സീറ്റിലേക്ക് ഇരിക്കാം, നമ്മൾക്ക് അതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ പ്ലീസ്.
ചേട്ടനെ കാണുമ്പോ എനിക്കൊരു കാര്യം ചോദിക്കാൻ തോന്നുന്നു. എന്താ ചോദിച്ചോ? മറ്റുള്ള കുടിയന്മാരെ പോലല്ലേ ചേട്ടൻ? ആ ചേട്ടൻ കഴിക്കുന്ന വേറൊരു ശൈലിയിലാണ്. അതാണ്. വന്ന ഉടനെ ഗ്ലാസ് എടുത്തിട്ട് അതിന്റെ മൂട്ടി ഒരു ശകലം മദ്യം ഒഴിക്കും, ഒത്തിരി വെള്ളം ഒഴിക്കും, ഒറ്റടി. രണ്ടാമത്തെ കഴിക്കുന്നത് ഗ്ലാസിന്റെ 3/4 ഭാഗത്തോളം മദ്യം ഒഴിക്കും, വെള്ളം ചേർക്കത്തുമില്ല, ഒറ്റടി. ഇതെന്താണ് സാറേ ഇങ്ങനെ ചെയ്യുന്നത്? ഹർത്താൽ വരാൻ നേരത്തെ ജനങ്ങൾക്ക് നേരത്തെ ഒരു മുന്നറിയിപ്പ് നമ്മൾ കൊടുക്കൂലേ, അതുപോലെ തന്നെ എന്റെ കരളിന് നേരത്തെ ഞാനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അത് ചെറിയൊരു മഴ ഒഴിച്ചിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചില്ല, അതിങ്ങനെ അടിക്കാൻ നേരത്ത് കരളിന് മനസ്സിലാവും അടുത്ത വലുതേതോ വരാനുണ്ടെന്ന്. അതാണ് എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അടിപൊളി അടിപൊളി. Benzino, yeah, yellow man, എത്ര വിഷമിച്ചാട്ടാ ഇത് അടിക്കണം. എന്ത് ബുദ്ധിമുട്ടിയാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ മദ്യപിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമായിട്ട് മദ്യപിക്കണല്ല, എന്റെ പിള്ളേർക്ക് വേണ്ടിട്ട് ഞാൻ മദ്യപിക്കണം. ശരിക്കും എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? എന്ത് വീട്ടിൽ പിള്ളേർക്ക് വേണ്ടി മദ്യപിക്കുന്നെന്നോ? താൻ ഇവിടെ ആദ്യമായിട്ടാണ്. എന്ത് ഇവിടെ തനിക്കറിയാൻ പാടില്ലേ, സ്കൂൾ തുറവ് പ്രമാണിച്ച് ഈ ബാറിൽ ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കുട ഫ്രീ ഉണ്ട്. കൊടയുണ്ട്. ആപ്പൂപ്പ കൊടയൊന്നുമില്ല, പാപ്പി കൊടയാണ്. അതുപോലെ ആ നീരജ് ബാറില്ലേ, അവിടുന്ന് ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ് ഫ്രീ ഉണ്ട്. പിന്നെ അമല ബാർ, അവിടുന്ന് അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ബാഗ്, സ്കൂൾ ബാഗ് ഫ്രീ ഉണ്ട്. പിന്നെ ഇന്നലെ ഇവിടെ വന്ന് 2 പെഗ് അടിച്ചിട്ട് 2 കൊടയായിട്ട് പോയതല്ലേ? അതെ. പിന്നെ ഇന്ന് കയറി വന്നിരിക്കണ എന്തിനാണ്? അത് ഇന്നലെ കൊണ്ടുപോയ കൂടെ അവര് സ്കൂളിൽ കൊണ്ട കുത്തി അടിച്ച് കളഞ്ഞു. എന്നിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞപ്പോ എന്നോട് പറയാം, അച്ഛാ കൊട വേണം, കൊട വേണം. വീട്ടിൽ ഞാനല്ലേ മദ്യപിക്കുള്ളൂ, എന്ത് ചെയ്യാ പിള്ളേരുടെ. അതിന് വേണ്ടിട്ട് 2 പേർക്ക് അടിക്കാൻ വന്നാ. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് ആ നീരജ് ബാറിൽ പോണം. ഇളയവൻ ഫ്ലൈറ്റ് ഓടിച്ചിട്ടല്ലേ വരുള്ളൂ. ഈ പുള്ളിയുടെ ഓരോ ന്യായങ്ങൾ കേട്ടേ കൊള്ളാന്തായാലും. അപ്പോഴേ പോയിട്ട് നാളെ വരാം. നാളെ ഇനി എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? കൊടയൊന്നും ഇങ്ങോട്ടോ കളയൂല, ആവശ്യം ഉണ്ടായിട്ടാണ്. ഇതെന്താണ്? എന്ത് ഉത്തരവാദിത്തമാണ് ഇത്? എന്താണ് സാർ? സോറി സാർ. നിങ്ങൾ ആരാണ്? ഞാൻ വെയിറ്ററാണ് സാർ. നിങ്ങളല്ല വെയിറ്റർ, ഞാനാണ് വെയിറ്റർ. എന്താണ് സാർ? ഞാൻ അരമണിക്കൂറായി ഒരു ചിക്കൻ കബാബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാനല്ലേ വെയിറ്റർ? സാറേ ചിക്കൻ ഷിഹാബ് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഷിഹാബ് അല്ല, കബാബ്. അത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു സാർ. ഞാൻ അമേരിക്കയിൽ ഒരുപാട് ബാറുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. എന്തൊരു ഡിലേ ആണിത്. അമേരിക്കയല്ല, ഇവിടെ. ഉടൻ തന്നെ ഒന്ന് റെഡിയാക്കി തരൂ. ഇപ്പൊ തന്നെ റെഡി. ഞാൻ ഈ മുന്തിയ മദ്യം ഒന്ന് കഴിച്ചോട്ടെ. സാർ ഒന്ന് വെയിറ്റ് ചെയ്യൂ, 2 മിനിറ്റ്. ഓക്കെ, എന്തൊരു കഷ്ടമാണ്. അമേരിക്കയിൽ നേരെ ഇവിടെ വരെ ഞാൻ വന്നേ ഉള്ളൂ, എന്നിട്ട് വന്നിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നു ഭയങ്കര തിരക്കാ കബാബ് തിന്നാൻ. എനിക്ക് ലോക്കൽസോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. എക്സ്ക്യൂസ് മീ, ഇവിടെ എന്താണ് ഫുള്ളോ പൈന്റോ? എന്താണ്? അയ്യോ, ഞാൻ മദ്യപിക്കാറില്ല. പിന്നെ ഞാൻ കുടിക്കൂല, വലിക്കൂല, മുറുക്കൂല. ഞാൻ ഒരാളെ തിരക്കി ഇറക്കി. തിരക്കി വന്നാണ്. ഒരാളെ തിരക്കി മാറി പറഞ്ഞത് മോളടിക്കാൻ വെറുതെ നമ്പര്. എന്റെ വരുമാനം ഇവിടെ ഇരിപ്പണ്ടല്ലേ. മോഹനചന്ദ്ര, എന്തോ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ആരാണെന്ന് മനസ്സിലായ? ഇല്ല, പിടികിട്ടൂല നിനക്ക്. നീ സുഗന്ധവല്ലി എന്ന് കേട്ടിട്ടുണ്ടാ? സുഗന്ധവല്ലിന്ന് ഞാൻ എവിടെയോ. അയ്യോ, അതെന്റെ ഭാര്യയല്ലേ? അയ്യോ, ഇപ്പോഴാണ് അവനെ ഓർമ്മ അവന്റെ ഭാര്യയാണെന്ന്. കാരണം അവൾക്കൊരു അച്ഛനുള്ളതായിട്ട് നിനക്ക് ഓർമ്മയുണ്ട്. അയാളെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? പന്നാലവലാതി, അമ്മായി അച്ഛൻ പോലോ. ആ അമ്മായച്ചനാണാ നിന്റെ മുമ്പിൽ നിൽക്കണത്. അനുഗ്രഹിക്കണം. അയ്യോ, എന്താണ് അവന്റെ സ്നേഹം. അമ്മായി അമ്മയ്ക്ക് സുഖമല്ലേ? അമ്മായിയമ്മ അത്തട്ട് 10 കൊല്ലം ഇപ്പോഴാണ് സുഖമാണെന്ന്. വിശേഷങ്ങൾ ചോദിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. പെൺമക്കൊക്കെ സുഖമല്ലേ? അയ്യോ, എല്ലാവർക്കും സുഖമാണ്. അതെ, അമ്മാവനാണെങ്കിൽ കുടിക്കത്തില്ല, വലിക്കത്തില്ല, ഒന്ന് മുറുക്കത്ത പോലുമില്ല. അതെ, നാണമില്ലാതെ ഈ ബാറിലോട്ട് വന്ന് കയറണ്ടോ? എടാ, ഞാൻ കുടിക്കാറില്ല, വലിക്കാറില്ല. പക്ഷെ ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാ ബാറിൽ വന്നത്, ഒരു കാര്യം പറയാൻ വേണ്ടി. എടാ, ഇന്നലെ വൈകുന്നേരം ഞാൻ നിന്റെ കുടുംബത്ത് വന്നതാണ് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി. നിന്നെ കാത്ത് 10 മണി, 10:30, 11 മണി, 12 മണി വരെ ഞാൻ നോക്കി നിന്നു. നീ വന്നില്ല. ഞാൻ സ്ഥിരം 1.5 മണിക്കല്ലേ വീട്ടിൽ എത്തത്തുള്ളൂ. വെളുപ്പിനെങ്കിലും കാണാലെന്ന് കരുതി ഞാൻ 6 മണിയായപ്പോ എഴുന്നേറ്റ്. അപ്പൊ നിന്റെ വൈഫ് പറയണം അവൾ 5:30 എഴുന്നേറ്റ് പോയി. അത് അവക്കറിയാലോ, ഞാൻ വെളുപ്പിന് 5:30 വണ്ടിയിൽ ഞാൻ പോരും. അല്ല, 5:30 വണ്ടിക്ക് നമ്മൾ എങ്ങോട്ടാണോ പോയി പോണത്? ബാറിലെല്ലാരും വെയിറ്റ് ചെയ്യൂലേ, അത് കാണും. ഓ, അതിനു വേണ്ടി പോന്നതല്ലേ. പിന്നെ പോലെ നിന്നെ സമ്മതിക്കണം. പിന്നെ ഞാനൊരു കാര്യം പറയാം. എനിക്ക് 3 പെമ്മക്കളാണ്. അതെന്റെ കുഴപ്പമല്ലല്ലോ. അല്ല, എന്റെ കുഴപ്പം തന്നെയാണ്. എന്റെ മൂത്ത മകള് സുഗന്ധവല്ലി. അതിനല്ലേ ഞാൻ കെട്ടിയിരിക്കുന്നത്. അതെന്റെ പരാജയം. രണ്ടാമത്തെ മകള് മോഹനവല്ലി, മൂന്നാമത്തെ മകള് ചെമ്പകവല്ലി. ഇവർക്കല്ലേ ഈ വല്ലി കിടക്കണ എന്താന്ന് ഞാൻ. അല്ലെങ്കിൽ എന്റെ ഭാര്യ ലില്ലി സമ്മതിക്കൂലടാ, അതുകൊണ്ട് ഇട്ടേക്കുന്ന പേരല്ലേ. അതുപോട്ടെ, ഈ വരുന്ന 28-ാം തീയതി അച്ഛന്റെ ഷഷ്ടി പൂർത്തി ആഘോഷിക്കുകയാണ്. അതൊന്ന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്റെ പൊന്നും മരുമകനെ ബാറിൽ. അതെ, എല്ലാരും കേൾക്കണം. വരുന്ന 28-ാം തീയതിയുള്ള പുള്ളിയുടെ ഷഷ്ടി പൂർത്തിക്ക് ഒരേ ഒരു മരുമകനായ എന്നെ
ക്ഷണിക്കാൻ വന്നിരിക്കുന്നത് ബാറിൽ. ഹേ അമേരിക്കൻ മാൻ, വരുന്ന 28-ാം തീയതി ഷഷ്ടി പൂർത്തി. അയ്യോ അന്ന് എനിക്ക് വരാൻ പറ്റില്ല, എനിക്കൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട്, എനിക്ക് വരാൻ പറ്റില്ല, സോറി. നിന്നെ ആരൊക്കെ വിളിക്കൂടാ? ആരെങ്കിലും വിളിക്കൂ? അപ്പൊ ഞാൻ അന്യൻ. വിക്രമിന്റെ പടം തന്നെയാണോ ഉദ്ദേശിച്ചത്? നിന്റെ അച്ഛന്റെ അനിയൻ. എന്റെ അച്ഛൻ അനിയൻ ഇല്ലല്ലോ. അതെ, ചടങ്ങ് നടക്കട്ടെ, ബാക്കി പറ. അപ്പോ 28-ന് കാലെ കൂട്ടി നീയും നിന്റെ മക്കളും കൂടി, ഭാര്യ മക്കളും കൂടി വരില്ല. വരരുത്, അങ്ങോട്ട് വന്നു പോകരുത്. അത് പറയാൻ വേണ്ടിയാ നിന്നെ തിരക്കി ഞാൻ ഇവിടെ വന്നത്. ഞാൻ വരണ്ടേ? നീ വരണ്ട. എടാ, മോഹനവല്ലിയുടെ കല്യാണത്തിന് വന്നിട്ട് നീ എന്താടാ കാണിച്ചത്? എന്താ കാണിച്ചത്? നീ ആ പാചകക്കാരന് വെള്ളം കൊടുത്ത് കുടിപ്പിച്ച് കിടത്തിയ. അയാളും മുഴു കൂടിയാനല്ലേ? കെട്ട് കഴിഞ്ഞ ആൾക്കാരെല്ലാവരോട് ഭക്ഷണം കഴിക്കാൻ പന്തലിൽ വന്നപ്പോ ഒഴിഞ്ഞു കിടക്കണ കലവറ കണ്ട് ആദ്യം ബോധം കെട്ട് വീണത് ഞാനാടാ. എനിക്ക് ആ സീനൊന്നും കാണാൻ പറ്റില്ല. ഞാൻ അതിന് മുമ്പേ അടിച്ചു പിടിച്ചോട്ട് ഞാൻ ബോധം കെട്ടുപോയി. ഒന്നുകളെ ഞാൻ അതിന്റെ പേരിലാ പറഞ്ഞത്, നീ അങ്ങോട്ട് വരരുത്. പറയണ കേട്ടാ, ഞാൻ ചെല്ലല്ലെന്ന്. എന്നെ വെറുതെ എന്നെ മാത്രം ഒറ്റപ്പെടുത്തി. എന്നെ വിളിച്ചില്ലല്ലേ? എന്നെ ഒറ്റപ്പെടുത്തി ഒഴിയുടെ അവരൊന്നര. എന്റെ ദൈവമേ, ഇനി നീ എന്തിനാണ് ഇങ്ങനെ കുടിക്കണത്? എടാ, എന്തിനാ ഇങ്ങനെ കുടിക്കണത്? എന്നെ വിളിക്കുന്നില്ലല്ലേ? എനിക്ക് വിഷമം കൊണ്ട് ഞാൻ കുടിക്കുന്നത്. അയ്യോ, വിഷമം കൊണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നീ കല്യാണത്തിന് വന്നിട്ട് കുന്തം മറിച്ച് കുടിച്ചതാ. അത് കല്യാണമല്ലേ, സന്തോഷത്തിന് വേണ്ടിട്ട്. മോനെ, ആ. ഇങ്ങനെ വിഷമിച്ചാലൊക്കെ നമ്മൾ കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ അച്ഛനൊക്കെ എന്നേ കുടിച്ച് മണ്ണടിഞ്ഞ് പോകേണ്ട ആൾക്കാരാടാ. അതൊക്കെ മനസ്സിലാക്കുന്നേ. എന്റെ പൊന്നമ്മായിയപ്പ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇത്രയും വയസ്സായല്ല, നിങ്ങൾ കുടിക്കത്തില്ല, വലിക്കത്തില്ല, മുറുക്കത്ത പോലും ഇല്ല. ഇല്ല. എന്നിട്ട് എന്ത് നേടി? ഒന്നും നേടി. ആ, അതാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇരിക്കേ, ഒന്നര വെച്ചാ. ആ, അതെ, ഈ ടച്ചിങ്സ് എങ്കിലും ഒന്ന് കഴിക്കുവോ? ഒന്ന് കമ്പനിക്ക്. അത് വേണമെങ്കിൽ ഞാനൊന്ന് കുടിക്കാം. അതാണ്. ഈ കപ്പലടിക്ക് നല്ല എരിവാണല്ലോ. ആ, എരിവാണ്. വെള്ളം അടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം എരിവാണ്. ഞാൻ കാണിച്ചുതരാം. എന്താട്ടെ, എരിവുള്ള ആദ്യം ഒരു കപ്പലണ്ടി നമ്മളിങ്ങനെ എടുക്കും. ആ, വാഴ അങ്ങോട്ട് ഇട്ട് ഇങ്ങനെ ചവച്ചോണ്ടിരിക്കാൻ നേരത്ത് നല്ല എരിവുകൊണ്ട് പോവാല്ലേ, നമ്മൾ ഇറക്കൂല. എന്നിട്ട് ഈ സോന ഒറ്റയടി അങ്ങോട്ട് അടിച്ചിട്ട് 2 കപ്പലണ്ടി എടുത്തിട്ട് ഒറ്റയുണ്ട്. അതിന്റെ ഒരു സുഖം തന്നെ. ഇപ്പൊ എനിക്ക് കുട്ടൻസ് മനസ്സിലായി. കുടിക്കുന്നതിന് മുമ്പും ശേഷവും കപ്പലണ്ടി കഴിക്കണം അല്ലേ? ഈ കപ്പലണ്ടി നമ്മൾ തന്നെ വായിലേക്ക് എടുത്തു. അല്ലല്ല, അത് പ്ലേറ്റും ചാടി വായിലോട്ട് കയറിക്കോളും. എന്താ കറന്ന് പറയണേ? ഒഴിക്കൊരൊന്നര ഒരു ടച്ചിങ് ഇതൊന്നും എടുത്ത് കഴിച്ചു നോക്കി. കപ്പലണ്ടി ചാവച്ചല്ല, വായിൽ തന്നെ വെച്ചോണം, വായിൽ തന്നെ വെച്ചോണം. നല്ല എരിവ്. ആ എരിവില്ലേ? ധൈര്യം ഒന്ന് പിടിച്ചേ, ഒന്ന് പിടിക്ക്. എരിവ് പോയി, പിടി, എരിവ് പോവും. കുടി. ഇതാ 2 കപ്പലണ്ടി പെട്ടെന്നില്ല. ഇത്ര ഉള്ളല്ലേ ഇതിന്റെ കാര്യം? എന്റെ ദൈവം, ഇത് പുള്ളി ഞാൻ കുടിച്ചു തീർത്തതാണ്. വാക്കം നല്ല അടിച്ചോ, ഞാൻ വരെ തിപ്പ് ചെയ്താണ് കഴിക്കണേ. നിങ്ങൾ തന്നെ അടി. അപ്പൊ 1.5 കൂടെ. ഒന്നര ഇരിക്കണേട്ട. നീ ഒരു പുള്ളു പറ. പുള്ളു മതിയാ? വേറെ ആരും നിങ്ങൾ കിടന്ന് വിളിച്ചോണ്ടിരിക്കണ എന്തിന്? സാർ അത് ലോക്കൽ സാർ. സാർ അതെ, നിങ്ങൾ ഇത്തിരി ഡിലേ ആയെങ്കിലും നിങ്ങളുടെ സർവീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. കൊള്ളാം. ആ ചിക്കൻ കബാബിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാർ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എന്താ സാർ? ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ബാറിൽ, ഇതേ ടേബിളിൽ, ഇതേ മുന്തിയനും മദ്യവും, ഇതേ ചിക്കൻ കബാബും ഞാൻ മേടിച്ച് കഴിച്ചല്ലേ? നിർഭാഗ്യവശാൽ ഞാനൊന്ന് പേഴ്സ് എടുക്കാൻ മറന്നുപോയി. ആ ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ ബേറർമാരും ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ചേർന്ന് എന്നെ പട്ടിയെ തല്ലിനോട് തല്ലി കാനയിൽ കൊണ്ടുപോയിട്ടു. അയ്യോ സാർ, അങ്ങനെ ചെയ്യരുത്. ഒരു അമേരിക്കൻ എന്നാരോട് അങ്ങനെ ചെയ്യരുത് സാർ. അപ്പോഴത്തോളം മാനേജ്മെന്റ് അല്ലേ? അങ്ങനെ പാടില്ല. ഞാനൊരു അമേരിക്കൻ എന്നറിയാം, ഒരിക്കലും പാടില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ 3 വർഷം മുമ്പ് ആവർത്തിച്ച സംഭവം ഇവിടെ ഇപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കണം. എന്താന്ന്? 3 വർഷം മുമ്പ് നിങ്ങൾ ആവർത്തിച്ച സംഭവം ഇവിടെ ഇപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കണം. മനസ്സിലായില്ല. ഞാൻ ഇന്നും പേഴ്സ് എടുക്കാൻ മറന്നുപോയിന്ന്. എണീക്കടോ. എങ്ങനെ എണീക്കടോ. ഞാനിത് അമേരിക്കൻ ആണ്. നീ അമേരിക്കൻ അറിയാ, എന്ത് വേണം? എണീക്കടോ. ഇങ്ങനെ പെരുമാറരുത്. ഇങ്ങനെ പെരുമാറുന്ന ഇങ്ങോട്ട് വന്നേ. പേഴ്സ് എടുക്കാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട, ഇങ്ങോട്ട് പറ. നീ മോനെ, എന്തോ എന്റെ പൊന്നുമോന് വേണ്ടി അറിയാൻ വിലക്ക് മേടിക്കും. മേടിക്കണ കൊടുക്കടാ. കാരണം എനിക്കതിനുള്ള അസ്യുണ്ട്. നീ എന്നും രാവിലെ 5:30 മണിക്ക് എഴുതിട്ട് എന്തിനാണാ പോയി ബസ് കയറി പോണത്? നമുക്ക് മേടിക്കണാ. നമുക്ക് മേടിക്കണം. ഈ വീട്ടിൽ മേടിക്കണം. അമ്മാവൻ പാറി ചോദിക്കുന്നില്ല, കൊടുക്കടാ. എന്റെ അമ്മാവൻ ആദ്യമായിട്ടാണ് മദ്യവെക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ അമ്മായി.
ഹലോ ഹലോ സീരിയൽ ആർട്ടിസ്റ്റ് മനോജ് കുമാർ. അതെ അതെ. എന്റെ ദൈവമേ, ഞാൻ നിങ്ങളുടെ ഭയങ്കര ആരാധകനാണ് കേട്ടാ. Okay, thank you. നിങ്ങളുടെ സീരിയൽ മാത്രമേ ഞാൻ കാണുള്ളൂ. അതെ ചേട്ടാ, ഞാനേ പിന്നെ ചേട്ടൻ ഉദ്ദേശിക്കുന്ന ഇതെന്താണ് ഇവിടെ? അല്ല ചേട്ടൻ ഉദ്ദേശിക്കണ ആർട്ടിസ്റ്റ് ഞാനല്ല. ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ എനിക്കറിയാം, ചെറിയ ചെറിയ വേട്ടങ്ങളാണ് തകർക്കുമല്ലേ. എന്താണ് ഇവിടെ എന്താണ്? 10 കിലോ അരി മേടിക്കാൻ വന്ന എന്റെ ചേട്ടൻ 2 പെഗ് അടിക്കാനായിട്ട് വന്നാണ്. വീട് ഇവിടെ അടുത്താണ്. ഓക്കെ, അപ്പൊ സന്തോഷം. വീട്ടൂല, ഞാൻ വീട്ടൂല. ഇതിന്റെ പൈസ ഞാൻ ആ കൊടുക്കും. കുഴപ്പമില്ല. അതെ. ഇന്ന് പിടിയട്ടാ. അയ്യോ, എന്റെ പെണ്ണുമ്പുള്ളക്ക് ചേട്ടനെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. ഞാൻ ഒന്ന് വിളിച്ചോട്ടെ, ഒന്ന് പരിചയപ്പെടണം പ്ലീസ്. എന്തിനാ വെറുതെ അവള് TV കാണുകയാണ്, മനോജേട്ടന്റെ സീരിയൽ കാണണം, മനോജേട്ടന്റെ സീരിയൽ കാണണമെന്ന് മാത്രം ഒറ്റ നിർബന്ധം. ഞാൻ അത്ര stars ഒന്നുമല്ല, ചെറിയ വേഷങ്ങളാണ് എന്റെ ഞാൻ. ഭാര്യക്ക് ഭയങ്കര ജീവനാണ്, അതുകൊണ്ടാണ്. ഒന്ന് വിളിച്ചോ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ സുഗന്ധവല്ലി, എന്റെ കൂടുള്ള ആരാന്നറിയോ? നിന്റെ ജീവൻ സീരിയൽ ആർട്ടിസ്റ്റ് മനോജ് കുമാർ. വിശ്വാസം ഇല്ലെന്നാ? ഞാൻ കൊടുക്കാം. വേണ്ട. ഒന്ന് സംസാരിക്കും. ഓക്കെ. ഹലോ, സ്വന്തം ഞാന് സീരിയൽ ആർട്ടിസ്റ്റ് മനോജ്. ഏത് സീരിയലാ? അതിലില്ല 9 അതിലില്ല. ഫ്ലവേഴ്സില്ല, അതിലില്ല. ആ സീരിയലല്ല, അതിലല്ല. അല്ല, ഞാൻ മിനിഞ്ഞാന്നൊരു മഞ്ഞ ഷർട്ട് ഇട്ടിട്ട് കണ്ടില്ലേ? എന്നെ അറിയൂല ചേട്ടാ, വെറുതെ ആവശ്യമില്ല. എന്നെ അറിയൂല. അതല്ല, നിനക്ക് മനസ്സിലായില്ല? ചേട്ടൻ ഉദ്ദേശിച്ച് അവളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വില അറിഞ്ഞുകൂടാ, അതാണ് നിങ്ങളുടെ പ്രശ്നം. മനസ്സിലായോ? ഓക്കെ, നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ട് അവള് തകർന്നു പോയനായിരുന്നു. ഓക്കെ എന്നാ ശരി എന്നാ. ആയിരിക്കുന്ന ആരാന്നറിയോ? ആരാണ്? എന്റെ അമ്മായി അച്ഛൻ. ആഹാ. 24 മണിക്കൂറും സീരിയൽ കാണാൻ ടിവിയുടെ മുമ്പിൽ കുത്തിയിരിപ്പ പുള്ളിയുടെ പണി. ആ മനോജിന്റെ സീരിയൽ ഇറാ, മനോജ് കുമാറിന്റെ സീരിയൽ ഇറാന്ന് പറഞ്ഞ ബഹളമാണ്. ആണല്ലേ? ജസ്റ്റ് ഒന്ന് പരിചയപ്പെടണം നിങ്ങൾ. വേണ്ട ചേട്ടാ, അല്ല, അതുകൊണ്ടല്ല. അതുകൊണ്ടല്ല. കുഴപ്പമില്ല. പ്ലീസ്, എനിക്ക് വേണ്ടിയല്ലേ, അത്ര ആരാധന മൂത്തിട്ടാണ്. കുഴപ്പമില്ലടാ ചേട്ടൻ. ബാബു ഷഷ്ടിപൂർത്തിയല്ലേ? അതെ. എന്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ അങ്ങോട്ട് തരട്ടെ? എന്താ? നോക്കി, എങ്ങോട്ട് നോക്കൂ. ഞെട്ടും. ഹലോ ഹലോ. ഇവന്റെ കൂട്ടുകാരനല്ലേ? റെഡിയാണല്ലോ, പോകണ്ടല്ലോ. അതല്ല, സീരിയൽ ആർട്ടിസ്റ്റ് മനോജ് കുമാർ. മനോജ് കുമാർ സീരിയൽ ആർട്ടിസ്റ്റ്. പൊന്നുമോനെ, സീരിയലിന് കേട്ട ഈ അമ്മ ഒരു പ്രാന്താണ്ടാ. എന്നും കുത്തിയിരുന്ന് സീരിയൽ കാണുന്നതാണ് എന്റെ പണി. പക്ഷേ ഈ മുഖം എനിക്കൊരു പിടുത്തം കിട്ടല്ല. സീരിയലിന്റെ പേര് പറഞ്ഞാൽ ഞെട്ടും. ഏത് സീരിയല്? പോക്കുവെയിൽ. ഒരു എപ്പിസോഡ് പോലും വിടാതെ കാണുന്ന. ഞാൻ പറയട്ടെ, പോക്കുവെയിലെ നായകൻ അല്ലല്ല, വില്ലൻ. വില്ലനല്ല, ഞെട്ടും. വക്കീല്, വക്കീലല്ല, ഇൻസ്പെക്ടർ, അല്ലല്ല, ഡോക്ടർ. ഇപ്പൊ മനസ്സിലായി. ഇനി പറയണ്ട. വേലക്കാരനാ, ബനിയൻ ഇട്ട് നടന്ന വേലക്കാരൻ. അതൊന്നുമല്ല. കഴിഞ്ഞ ബുധനാഴ്ചത്തെ പോക്കുവിലുണ്ടോ? ഏതാ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ കാണുന്ന ആളാണ് ഞാൻ. അതിലാ പഞ്ചായത്ത് ഓഫീസിലെ സെക്രട്ടറി ഇങ്ങനെ മതിലിന്റെ അതിലെ കയറി ഇങ്ങനെ പോകുമ്പോ ആ മതിലിന്റെ സൈഡിൽ ഇത് ഈ ഷർട്ട് ഇട്ടുണ്ട്, ഒരു വൈറ്റ് പേപ്പറും പിടിച്ചോണ്ട് ഞാനിപ്പോണ്ട്. അത് ഭയങ്കര റൈറ്റിംഗ് ആയിരുന്നു. അതിന്റെ സൈഡൊന്നും ഞാൻ കണ്ടില്ല. ഏയ്, ഞാൻ അറിയൂലടാ. ഇരുന്നോട്ടെ, എന്നെ പിടിയേട്ടാ. കോപ്പി ചെയ്ത് ഒറിജിനൽ മേക്കപ്പ് ചെയ്തിട്ട് പിന്നെ മേക്കപ്പ് ഫോട്ടോ എടുക്കാൻ. എന്ത് ചെയ്യാ? എന്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പുള്ളി പറഞ്ഞ. ആയിക്കോട്ടെ. ഏയ്, എന്റെ കൂടെ ഫോട്ടോ ഒന്നും എടുക്കാൻ താല്പര്യം ഉണ്ടാവാ? ഫോട്ടോ എടുക്കണമെങ്കിൽ എന്താ എന്റെ മനസ്സിലായല്ലോ അല്ലേ? രണ്ടാമത്തെ മനസ്സിലായത്. എന്റെ രണ്ടാമത്തെ വരുമ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുതന്ന. ഓക്കെ, സന്തോഷം. അമ്മാന് മനസ്സിലായല്ലോ. നല്ല ഫോണാണ്. സെൽഫി ആണോ ഉദ്ദേശിച്ചത്? എങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഓക്കെ, സെന്ററിൽ വെക്കാ മതി. സെന്ററിൽ വെക്കാ മതി. ഓക്കെ, താങ്ക് യു. എന്നെ മനസ്സിലായില്ല. അയ്യോ ബാബാ, ഇന്നലെയൊക്കെ നമ്മള് സ്ഥിരം കാണാറില്ല കോമഡി സീരിയലില്ലേ? അതിൽ ഇന്നലെ ഞാൻ കണ്ട് ചിരിച്ചു, നമ്മളെല്ലാരും ചിരിച്ചു തകർന്നില്ലേ? കോമഡി സീരിയൽ ഏതാണ്? ഗുണ്ടുമണി. ഗുണ്ടുമണിയിലെന്താ? ഗുണ്ടുമണിയില് തകർക്കുവാണ്. ഗുണ്ടുമണി കണ്ടു ചിരിക്കാത്ത
ഇയാളെ ഞാൻ കണ്ടിട്ടില്ല. അത് ഡയലോഗ് പറയുമ്പോഴേ മനസ്സിലാവും. എനിക്ക് മനസ്സിലായി. പൊന്നി കേട്ടില്ല. ഗുണ്ടുമണിയിലെന്നാ? അതൊന്ന് പറഞ്ഞേ. ഗുണ്ടുമണിയുടെ കേസ് ഒന്ന് പറഞ്ഞു. ഗുണ്ടുമണി കാണാറുണ്ടോ? എന്താണ് സംഭവം? എന്നാ ഈ ഓർമ്മ നിൽക്കാൻ അമ്മ പ്രായമില്ലേ? ഇന്നലത്തെ എപ്പിസോഡ് പറയാം. ഇന്നലത്തെ എപ്പിസോഡിൽ മറ്റേ നായകൻ തമാശ പറയുമ്പോ എന്റെ ഒരു ചിരിയുണ്ട്. അത് ഭയങ്കര അല്ലാതിപ്പോ ഞാൻ ടേക്കിലെ ചിരിക്കാറുള്ളൂ. എനിക്ക് നായകൻ തമാശ പറയുമ്പോ ഇയാളുടെ ചിരി ഒന്ന് ചിരിക്കും. ഞാനൊന്ന് ചിരിക്കട്ടെ please. എനിക്കത് കാണാൻ പറ്റൂല, ഞാൻ മാറിയിക്കാം. ഓക്കെ, അപ്പൊ ഞാനത് ക്യാമറയ്ക്ക് വേണ്ടി ചെയ്യണതാണ്. ഒരു കുഴപ്പമില്ല, ഓപ്പണായിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. എനിക്ക് ചിരിച്ചാ മതി മനസ്സ്. അമ്മാൻ എന്റെ മുഖത്ത് തന്നെ നോക്കണം, കാരണം ഇത് ക്യാമറയിൽ വന്നിട്ടാണല്ലോ കാണുന്നത്. എന്റെ ഫിഗറിൽ മാത്രം ശ്രദ്ധിക്കും, എന്റെ ചുണ്ടിൽ മാത്രം. ജസ്റ്റ് ഒരു സാധനമാണ്, ഭയങ്കര ചിരി ഉണ്ടാക്കിയ സാധനമാണ്. ചിരിക്കടാ നീ, മൂത്ത് നോക്കി കോക്കറി കാണിക്കണം. സീരിയൽ അയ്യോ ഇന്ന് സീരിയൽ ഷൂട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞിട്ട് വന്നാ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ. ഒരൊന്നര പിടിച്ചേട്ടാ. ചേട്ടാ ഇന്നലെ എന്തായിരുന്നു ഇവിടെ ബഹളം? ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന? ഞാൻ ഉണ്ടായിരുന്ന. പിന്നെ ഇന്നലെ അമ്മായിച്ചനൊക്കെ എടുത്തിട്ട് ഇടിച്ച് നാശാക്കില്ല. ആ അമ്മായിയച്ഛൻ പാവനെ ഷഷ്ടി പൂർത്തി വിളിക്കാൻ വന്നാണേ. അപ്പൊ പുള്ളി വെള്ളമൊന്നും അടിക്കൂല. ഞാൻ നിർബന്ധിച്ച് വെള്ളം മേടിച്ചു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് സംസാരിച്ച് അടിയായി നാശമായി. പക്ഷെ ഷഷ്ടി പൂർത്തി ആഘോഷമൊന്നും നടക്കൂല. അതെന്തുപറ്റി? ഞാൻ ഒറ്റ ചവിട്ടിനെ 3 വാരിയെല്ലാം ഒടിഞ്ഞു പോയി. ഐക്യൂലാണ്. ഇതറിഞ്ഞ് പെണ്ണും പിള്ളേരും പിള്ളേരും പിണങ്ങി പോയി. ഞാൻ അവിടുന്ന് പിണങ്ങി ഞാൻ ഇങ്ങോട്ടും പോന്നു. എന്ത് കാര്യത്തിനാണ്? മൊത്തം പ്രശ്നമായിരുന്നല്ലേ. ഹലോ, സീരിയൽ താരം മനോജ് കുമാർ. അതെ, അറിയുമോ പുള്ളിയെ? എന്റെ പൊന്നിയേട്ട വിട്ടേര്. അങ്ങനെ പോലെ അപ്പൊ നമുക്ക് സിനിമാ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം അല്ലെ. പിന്നെയും എന്നൊരു ഫിലിമില് കാവ്യ ചേച്ചി പറഞ്ഞു 50 കൊല്ലം നമ്മുടെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് തയ്ച്ചിരിക്കുന്ന ഒരു വർഷമാണിത്. അപ്പൊ അതല്ലാതെ ശരിക്കും ഒരു ചലച്ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാവ്യ ചേച്ചിയും ദിലീപേട്ടന്റെ ഒരു ഒത്തുചേരലിന്റെ 25 കൊല്ലം തികയാണോ ശരിക്കും? അല്ലെങ്കിൽ ഒരു 20ാമത്തെ ഫിലിമാണ് ഇത് എന്ന് പറയുന്നത് ശരിയാണോ? അത് ശരിയാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് 25ാമത്തെ കൊല്ലായത് ആണ്. ദിലീപേട്ടൻ സിനിമയിൽ വന്നിട്ടും 25ാമത്തെ കൊല്ലാണ്. എന്നുവെച്ചാൽ ഞാൻ പൂക്കാലം വരവായി വന്നു. അതിൽ അദ്ദേഹം കമലങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വന്നു. വിഷ്ണു ലോകത്തിൽ ജോയിൻ ചെയ്തു. പൂക്കാലം വരവായി കഴിഞ്ഞിട്ട് കുറച്ച് മാസം കഴിയുമ്പോഴാണ് വിഷ്ണു ലോകം. അപ്പൊ 91-ലാണ് രണ്ടും സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ സീനിയോറിറ്റി ഞാനാണ്. സീനിയർ ഞാനാണ്. അപ്പൊ പിന്നെ മാത്രമല്ല അടൂർ സാറിന്റെ 75ാം പിറന്നാളും കൂടിയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. നമസ്കാരം ഭായ്, ഞാൻ കാവ്യ ഒന്ന് കാണാൻ ഇറങ്ങിയതാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള തനിമയുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കാവ്യ മാധവനാണ്. എന്താ ചന്തമല്ലേ! ആ ഉണ്ട കണ്ണുകളും ആ ചിരിയും ഈ നമ്മുടെ കറുത്ത ഈ പനങ്കുല പോലത്തെ ഈ തിരുപ്പനല്ലേ ഇത്? സോറി കേട്ടോ, ഞാൻ പെട്ടെന്ന് ഇത്രയും മുടിയുള്ള പെൺകുട്ടികളെ ഞാൻ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല. നല്ല മുടിയാട്ടോ, നല്ല രസമായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കെട്ടണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ഒരു പെൺകുട്ടികൾ എന്നെ അടുപ്പിച്ചില്ല. പിന്നെ ലാസ്റ്റ് ഈ ഉണക്ക കരുവാടിനെ കണക്കിരിക്കുന്ന ഈ കൊച്ചിനോട് ഞാൻ ചോദിച്ചു എന്നെ കെട്ടാവോ? അപ്പൊ ആ കുഞ്ഞ് പറയുക, ഇത്രയും തടിമാറനായ ഒരുത്തൻ എനിക്ക് വേണ്ട, പൃഥ്വിരാജിനെ കണക്കുള്ള ഒരു പയ്യനാണ് എൻ്റെ ലക്ഷ്യമെന്ന്. ഞാനൊരു കാര്യം ഒന്ന് ചോദിക്കട്ടെ, ഞാൻ പൃഥ്വിരാജിനെ കണക്കിരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഉണക്ക കൊഞ്ചേ കിട്ടുള്ളൂ, വേറെ നല്ല മുമ്പിളെ കിട്ടത്തില്ലേ? അതൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെ സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യം നല്ല രസമല്ലേ? ഒരു നാടൻ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ ഇതാണ് നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന ഓരോ നടിമാര്
ഒരു വര ഇട്ടിട്ട് 2 കൈയും 2 കാലും സെറ്റ് ചെയ്ത് കണക്ക് അത്രേ ഉള്ളൂ ശരീരം. ഇവരൊന്നും കഴിക്കത്തൊന്നുമില്ലേ? എനിക്ക് തോന്നുന്നു ഇവരെ ഏക ആഹാരം എന്ന് പറയുന്നത് ഈ പല്ലിയേക്കുന്ന സമയത്ത് അറിയാതെ ഉള്ളി പോകുന്ന ആ പേസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് മേഡം നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പറഞ്ഞു കുറെ തവണ പറഞ്ഞു. അല്ല ഇന്നൊക്കെ ആദ്യമായിട്ട് കണ്ടതുകൊണ്ടുള്ള ടെൻഷനാണ്. മാഡം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, മാഡം ഈ സാധാരണ എല്ലാവരും ചെയ്യുന്ന പറഞ്ഞാൽ മലയാളത്തിൽ നിന്ന് തമിഴ് പോകുന്നു, ഹിന്ദി പോകുന്നു, അങ്ങനെയാണ് നടന്മാരും നടിമാരും ചെയ്യുന്നത്. മാഡം അങ്ങനെ ചെയ്യരുത്, ഡയറക്റ്റ് നേരെ ഇംഗ്ലീഷിലേക്ക് പോവുക, ഓസ്കാർ വാങ്ങിക്കുക, തിരിച്ചു വരിക. അതാണ് മാഡം ചെയ്യേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് നടന്മാരുണ്ട്. ഇവൻ ആരുടെ കപ്പ്യാര, ആരനാടി ശിവശങ്കരൻ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എത്ര ഇംഗ്ലീഷ് നടന്മാരുണ്ട് അവിടെ. ഇവൻ ആരുടെ കപ്പ്യാര, ടൈറ്റാനിക്കില് അത് തന്നെ ആളുടെ പേരെന്താ പറഞ്ഞേ, നമ്മുടെ ഈ യന്ത്ര മനുഷ്യനായിട്ടൊക്കെ ജിമ്മായിട്ട് നിൽക്കുന്ന ആരനാടി ശിവശങ്കരൻ. അത് നമ്മുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാവില്ലേ. അപ്പൊ അവരെ കൂടെ മേഡത്തിന് ഷൈൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം എൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ ഞാൻ വന്നത് വേറൊന്നിനുമല്ല, മേഡത്തിന് കുറച്ച് നാടൻ വിത്തുകൾ തരാൻ വേണ്ടിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന എന്താണ്, ഭയങ്കരമായിട്ടുള്ള വിഷമയമാണ് നമ്മുടെ പച്ചക്കറികൾ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ ഫുള്ള് വിഷമാണ്. ഒരു വിത്ത് അത് വളർന്ന് ചെടിയായി പൂവായി കായായി നമ്മൾ പറിച്ചെടുക്കുന്നതിനകം 7 പ്രാവശ്യം വരെ കീടനാശിനി തളിക്കുമെന്നാണ് ഗോകുലൻ പറയുന്നത്. ഗോകുൽ നമ്മുടെ ഈ മൊബൈലിൽ ഇങ്ങനെ നിൽക്കുന്ന ചിഹ്നമുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്നുണ്ട്. ഞാനൊരു സംഭവം കണ്ടപ്പോ അത് വിഷമാണ് ഫുള്ള്. നമുക്ക് അതെല്ലാം ഒഴിവാക്കണം. നമ്മുടെ ഇന്നത്തെ ഒരു സെറ്റപ്പ് അനുസരിച്ചെന്ന് പറഞ്ഞാൽ ഈ നടന്മാരും നടിമാരും ചെയ്യുന്നതാണ് ജനങ്ങൾക്ക് വേദവാക്യം. ഇപ്പം എല്ലാവരും മേഡം ഇപ്പോൾ പച്ചക്കറിയുടെ കൃഷി തുടങ്ങി, പത്രത്തിൽ വരുന്നു കാവ്യ മാധവൻ പച്ചക്കറി കൃഷി വീട്ടിൽ ചെയ്യുന്നു. അപ്പൊ പെണ്ണുങ്ങൾ വിചാരിക്കും അയ്യോ കാവ്യ മാധവൻ ചെയ്തെങ്കിൽ നമുക്കും ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, നമ്മൾ വിഷപരമായിട്ടുള്ള ആ സാധനം നമ്മൾ വാങ്ങിക്കേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കാം. സത്യം പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഇവിടെ എന്താ ജോലി, ഒരു ജോലിയില്ല, വെറുതെ വീട്ടിൽ ഇരിക്കുകയല്ലേ. അങ്ങനെ ജോലിയില്ലെന്ന് പറയല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ, പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നില്ല. അവിടെയൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഞങ്ങളുടെ ഇവിടുത്തെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നത് അച്ചപ്പം കൊള്ളാപ്പാണ് അവിടെ വീടുകളിൽ. ആ സെറ്റപ്പിലല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ളത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാടിന് വലിയ ഗുണമുണ്ട്. അതുകൊണ്ട് മേഡം വീട്ടിൽ പോയി ഇതിൻ്റെ എല്ലാ കൃഷികളും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എനിക്ക് നിൽക്കാൻ സമയമില്ല, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അല്ല എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. എന്തിനാ പോകുന്ന, ഇപ്പൊ പോയാലേ നമ്മുടെ അണ്ണാച്ചിര പച്ചക്കറി കട അടയ്ക്കും മുമ്പ് അവിടെ കയറി 100 രൂപയുടെ പച്ചക്കറി വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാൻ പറ്റും. ഇല്ലെങ്കിൽ അമ്മ കൊല്ലും. അതുകൊണ്ടാണ്. അപ്പൊ ഇത് മറക്കണ്ട, ജൈവവളം ഇട്ട് നല്ല കൃഷി ചെയ്യണം കേട്ടോ. ശരി, സന്തോഷം. പിന്നെയും എന്ന സിനിമയുടെ ട്രailer നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ട്രailer കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ജോലിയില്ല, വരുമാനമില്ല, പക്ഷെ കല്യാണം കഴിച്ചു. അത് തെറ്റായി പോയി സാർ. നിങ്ങളുടെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരന്, അതും നല്ല പഠിപ്പും ഡിഗ്രിയുള്ള ഒരാൾക്ക് ഒരു ചെറിയ ക്ലാർക്ക് ജോലി പോലും കിട്ടത്തില്ലെന്നാണോ? നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് സഹായിക്കണം, എനിക്ക് വേറെ ആരുമില്ല. മുൻപൊക്കെ ലോഹ്യം ചോദിക്കുന്നത് എന്നാ വന്നേന്നാ, ഇപ്പൊ എന്നാ പോന്നേന്നായി. ഇവിടെ ഒക്കെ കറങ്ങി നടക്കാതെ എങ്ങോട്ടെങ്കിലും പോയി തൊല എന്ന് തന്നെയാണ് അതിനർത്ഥം. ഞാൻ തോന്നിയമ്മേ. ട്രയലറിൽ തന്നെ എല്ലാം ഉണ്ട്. കാര്യം ഭയങ്കര ഇന്റൻസും, നമ്മൾ ആ ട്രയലർ കണ്ടപ്പോ വേറൊരു ഫീലിലേക്ക് പോയി, വേറൊരു മൂഡിലേക്ക് പോയി. അല്ല ഭയങ്കര ഇന്റൻസും, നമ്മുടെ ആ കണ്ണ് നിറഞ്ഞ ഒരു ഫീലിംഗ് ആയി പോയി ശരിക്കും പറഞ്ഞാൽ. കുറച്ചുകൂടി പോയി. സത്യമാണ്. ആണോ? എന്റെ പൊന്നു മുസ്തഫ, തന്റെ ഒരു കുറവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ഒരു കുറവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അത് കൊള്ളാം. ഞാനിപ്പോ ജോലിക്കാരനായിട്ട് ഇങ്ങോട്ട് കയറുന്നെന്ന് പറയാം സാറേ, കണ്ണിച്ചോരില്ലേ സാറേ? എന്താ വന്നു? ഞാൻ ഒരു കാര്യം പറയാൻ. എന്താ മുസ്തഫ ചേട്ടാ, സുഖം? സുഖമായിട്ടിരിക്കുന്നു. വന്നെന്നറിഞ്ഞു സാർ ഇങ്ങോട്ട്. ഞാൻ ആവശ്യമില്ല കയറി വരുന്ന പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വരാൻ. ഞാൻ കുറച്ച് അത് ഞാനോ ആ ലോകം മുഴുവൻ വെറുപ്പിച്ചോണ്ടിരിക്കും, ഞാൻ ഇവിടെ വെറുപ്പിക്കുന്ന. അപ്പോഴേ വന്നെന്നറിഞ്ഞു, സന്തോഷം. അപ്പൊ ഞാൻ കാവ്യക്ക് ഒരു സർപ്രൈസ് തരാനായിട്ടാണ് വന്നത്. എനിക്കോ? അതെ അതെ അതെ. ഞാൻ കാവ്യയുടെ കാസർഗോട്ടെ വീട്ടിൽ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് വരുന്നു. അതാണ് സർപ്രൈസ്. അതെ 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 അതെ.
കാസർഗോഡ്. ആ ഏ? ആയിക്കോട്ടെ. കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ നീലേശ്വരാണ്, നീലേശ്വരം. ആ ആയിക്കോട്ടെ. അതല്ല, അടുത്തല്ലേ ഇത്? അടുത്താണ്. അത് വിഷയമില്ല. അപ്പോഴും ഞാൻ ഈ ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഞാൻ എടുത്തടിച്ച പോലെ പറഞ്ഞു, സാറിന് അറിയാൻ ഞാൻ തുറന്നങ്ങ് പറയും. ഞാൻ എനിക്കൊരു 30,000 രൂപ ശമ്പളം തരണം മാസം. 30,000? ആ സെക്യൂരിറ്റിക്കോ? എന്നത്? അതെന്താ 30,000 ഒക്കെ സെക്യൂരിറ്റിക്ക്? പിന്നെ സെക്യൂരിറ്റി 30,000 രൂപ നമുക്ക് ഇന്ന് വരെ 30,000 രൂപ ഒരു സെക്യൂരിറ്റി ഉണ്ടായിട്ടില്ല. ഒരു സെക്യൂരിറ്റിയാ? അതെ. ഇത് 2 സെക്യൂരിറ്റി 30,000 രൂപയ്ക്ക്. രണ്ടാ? അതിന് എനിക്ക് വീട്ടിൽ ഒരെണ്ണം മതി, ഒരു സെക്യൂരിറ്റി. അവയ്ക്ക് വീട്ടിൽ ഒരു സെക്യൂരിറ്റി മതി, അത് ഞാൻ. പക്ഷെ ഞാൻ ഈ നീലേശ്വരത്ത് വന്നിരിക്കുമ്പോ എന്റെ വീട്ടിലൊരു സെക്യൂരിറ്റി വേണ്ടേ? അവൻ കൊണ്ടുപോകാൻ 15,000 രൂപ. അതിന് അതാണ് ഞാൻ പറഞ്ഞത്. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഓക്കെ, ശമ്പളം വാങ്ങിക്കാൻ എറണാകുളം വരണം. എറണാകുളത്തോ? അതെന്തിനാ ഞാൻ ഞങ്ങൾ എറണാകുളത്ത് താമസിക്കണേ ഇപ്പൊ. ആണോ? വർഷമായിട്ട് എറണാകുളത്താ. ഇത് സംഭവം വട്ടം പൊളി. 30,000 നിൽക്കത്തില്ല ഇത്. അതെന്താ? ഞാൻ ഈ കാസർഗോഡ് നിന്ന് ജോലിയും കഴിഞ്ഞ് എറണാകുളത്ത് ഈ ശമ്പളം മേടിക്കാൻ വരുമ്പോഴേ കിട്ടുന്ന ശമ്പളം വണ്ടിക്കാശ് കൊടുക്കേണ്ടി വരും. അതിപ്പോ ഈ 30,000 തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എങ്ങനെയുള്ള സെക്യൂരിറ്റി ആവശ്യം, അതൊന്നും പറയാമോ? അല്ല, ഞാൻ പറയട്ടെ. ഇപ്പൊ സെക്യൂരിറ്റി എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്ന രൂപം എന്താ? നല്ല തടിച്ച്, നല്ല തടിമാടൻ, ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. എടാന്ന് വിളിച്ച പോടാ എന്ന് പറയാനുള്ള ഒരു ധൈര്യമുള്ള പോലത്തെ അങ്ങനത്തെ ഒരാളല്ലേ സെക്യൂരിറ്റി എന്ന് പറയുമ്പോ നമ്മുടെ. അതെ അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ റിവ്യൂ ഒറ്റ ആളേ ഉള്ളൂ ഈ ലോകത്ത്, എന്റെ ഭാര്യ. ഞാൻ അഥവാ അറിയാതെ കാരണം എടിയെന്ന് വിളിച്ചു പോയി എന്താടാ എന്നൊരു ചോദ്യം ഉണ്ട്. അയ്യോ, ഭയന്നു പോകും ഞാൻ. അങ്ങനെ ഒരാളേ ഉള്ളൂ എന്റെ അറിയാവുന്ന ഇതിൽ, ഒറ്റ ആള് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അറിഞ്ഞ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ തുടങ്ങി, ഒരു വർഷമായി. ലക്ഷ്യ ബൈ കാവ്യ മാധവൻ. അത് തന്നെ അത് തന്നെ. അപ്പൊ ഞാൻ അറിഞ്ഞോ അറിയാതെ എന്നോട് ഒരു ചതവ് ചെയ്തു കാവ്യ. ഞാനോ? അതെ അതെ, മനഃപൂർവ്വം എല്ലാവർക്കും എന്നോട് ഒരു ചതവ് ചെയ്തു പോയി. ഞാൻ ഈ ചെറിയൊരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. കാരണം സെക്യൂരിറ്റിക്കാരുടെ സപ്ലൈ ആയി. അപ്പൊ അതിനിടാൻ വെച്ചിരുന്ന പേരായി എടുത്തിട്ടിരിക്കുന്നത്. ലക്ഷ്യോ? ലക്ഷ്യ ബൈ ഡോട്ട് മുസ്തഫ എന്നും പറഞ്ഞ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അത് എടുത്തിട്ടു കാവ്യ മാധവൻ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതിനോട് മുസ്തഫ കാരണം എന്റെ കൊമ്പമ്മീച്ചയുടെ എംപ്ലോം വെക്കും ഞാൻ. അപ്പഴേ അത് എനിക്ക് പോകുന്നതിന് മുമ്പ് ഒരു പേര് പറഞ്ഞെന്ന് വെച്ചാൽ പോവും കേട്ടോ. ശരി. പിന്നെ വേറെ ഈ പിന്നെ ഇതിന്റെ ഫാഷൻ ഡിസൈനിന്റെ ഇതൊക്കെ ഇല്ലേ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് സെക്യൂരിറ്റിക്കാർക്ക് വേണ്ടി ഒരു സംഭവം. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊരു ബിസിനസ്, ഞങ്ങൾ ബിസിനസ് സംസാരിക്കാം. അപ്പൊ ഈ പിന്നെ യൂണിഫോം തയ്ക്കണം. അപ്പൊ ഈ ചുരിദാർ പോലെ കിടക്കണം സെക്യൂരിറ്റി. അത് ഫാഷൻ ഡിസൈനിങ് വരുമ്പോ നമ്മുടെ യൂണിഫോം വലിയ ഫാഷൻ ഒന്നും വേണ്ട. സാറൊന്നും മാറി സാർ ഒരു കാര്യം. ഞാനൊരു പറഞ്ഞിട്ട് പോയിക്കോളാം. ഇതാ കുഴപ്പം. ഷട്ടർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതെ അതെ, മനോഹരമായി പോയി. അയ്യോടാ. അപ്പൊ ഞാനത് വീട്ടിൽ ഇരുന്ന് ഞാനത് കണ്ടപ്പോ ഈ സിനിമ കാണുമോ, ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു, ഈ ഷട്ടർ സിനിമയ്ക്കകത്ത് ഈ പുള്ളി അഭിനയിച്ചു. ആരേലും ആ ഷട്ടറിനകത്തിട്ട് അന്നേ പൂട്ടി വെച്ചിരുന്നെങ്കിൽ ഞാൻ ഈ അനുഭവിക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ ആലോചിച്ചു. ഞാൻ അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അപ്പോഴേ ഞാൻ പൂട്ടും. വന്ത്രത്തിലെ മോലാല് ചാവി കളയുന്നവരെ എടുത്ത് കളയും ചെയ്യും. അവിടെ ആ പണി ഞാൻ ചെയ്തു വെച്ചേനെ സാർ. എനിക്കിനി ഒന്നും നോക്കാല്ല, ഞാൻ കാസർഗോഡ്. കഴിഞ്ഞു പോയിക്കൂടെ? ഓക്കെ സാർ. അടിച്ചു കളഞ്ഞു കൊച്ചു കള്ളി. മദ്യപാനിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഭാര്യ ചൂലുകൊണ്ട് മദ്യപാനിയെ മർദ്ദിച്ചു, അദ്ദേഹം മരണപ്പെട്ടു. മദ്യപാനിയുടെ ശല്യം സഹിക്കാണ്ട് ഭാര്യ മാച്ചിയെടുത്ത് അടിച്ചിനി, ഭർത്താവ് ചത്തിനി. കിഷോർ, നീ ഓടുത്തു? ആടെ ആരെല്ലാം ഉണ്ട്? ഇനി അടുത്തത് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. എന്താണെന്ന് അറിയോ? ഇല്ലല്ലോ. അത് മറ്റേ കാവ്യ അടുത്തതായി ചെയ്യാൻ പോകുന്ന സിനിമയുടെ ഡീറ്റെയിൽസ്. അടുത്തത് ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ ജിത്തു ജോസഫ് അദ്ദേഹത്തിന്റെ സിനിമയാണ്. അത് ഒരു ഹീറോയിൻ ഓറിയന്റഡ് ഫിലിമാണ്. ഈ വർഷം തുടങ്ങും. അതെ. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഹിറ്റ് മേക്കറാണ്. അദ്ദേഹം ഒരു ഹീറോയിൻ ഓറിയന്റഡ് സിനിമ ചെയ്യുന്നു, അതിൽ ലീഡ് റോൾ കാവ്യ ചെയ്യുന്നു. അത് വലിയ കാര്യമല്ലേ അല്ലേ? ചേച്ചിക്ക് ഇത്രയും നാള് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? ഇത്രയും നാൾ ചെയ്തതിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഒരെണ്ണം പറയാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും. 3-4 പറഞ്ഞോളൂ. 3 അല്ല, എന്നാലും എപ്പോഴും ആദ്യത്തേനോട് നമുക്കൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടാവും. എനിക്ക് ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ രാധ എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് എപ്പോഴും ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അല്ല, ഞാൻ വരുന്ന വിവരം ശ്രീ പറഞ്ഞില്ലേ? ആര്? ശ്രീ എന്ന് പറഞ്ഞാൽ ഇതിന്റെ
ചാനലിന്റെ ഹെഡ് ശ്രീകണ്ഠൻ നായർ സാറ്. അത് നിങ്ങൾക്ക് നമ്മള് ശ്രീ എന്ന് വിളിക്കും, അത്രയ്ക്ക് സ്നേഹമാണ്. വെറുതെ ഒരു നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു. കാരണം പല ഒരു 10-25 വർഷം മുൻപ് മുതലേ ഉള്ള ഒരു ബന്ധമാണ് നമുക്ക്. കാരണം അന്ന് ഒരു ചാനലിന്റെ വളർച്ചയിൽ ഭയങ്കര അവിഭാജ്യ ഘടകമായിരുന്നു ശ്രീ. അപ്പോൾ ആ ചാനൽ വളർന്നു കഴിഞ്ഞപ്പോൾ ചാനൽ പുള്ളി ഉപേക്ഷിച്ചു. പുള്ളി ഇങ്ങനെ ഇറങ്ങി വന്നു. അതിനുശേഷം ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുമ്പോൾ എടാ ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കടുക്കൻ ഊരി കൊടുത്തു. അങ്ങനെ പോയി ചാനൽ ആ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ആ ഒരു ബന്ധം കടുക്കന്റെ ഒരു ബന്ധമാണ്. യെസ്. അപ്പൊ കഥ പറയുമ്പോൾ ബന്ധം അത് തന്നെ. അപ്പൊ ഞാനിന്ന് വന്ന് ചോദിച്ചിരുന്നു. അപ്പൊ മാഡം വരുമെന്ന് അറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് മാഡത്തെ ഒന്ന് സന്ദർശിക്കാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. മാഡത്തിനെ സന്ദർശിക്കാണ്. സ്ഥലം വല്ലതാണ്? ഞാൻ പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ചാനലുകൾ തുടങ്ങി. അത് പിന്നെ ലോക്കൽ ചാനലുകളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടപ്പോ തന്നെ മനസ്സിലായി ലോക്കലാണ്. അപ്പോ ഞാൻ നമ്മുടെ കണ്ണൂര് നീലേശ്വരത്ത് ഒരു ലോക്കൽ ചാനൽ ആരംഭിക്കുകയാണ്. അതിന്റെ വാർത്ത വായിച്ചുകൊണ്ട് മാഡം ഉദ്ഘാടനം ചെയ്യണം. വാർത്ത വായിക്കാനോ? മോഹൻലാൽ സാർ വാർത്ത വായിച്ചു. ലാൽ സാർ ചെയ്തല്ലോ വാർത്ത വായിച്ചു. പക്ഷെ എനിക്ക് താല്പര്യമില്ലാന്ന് തോന്നുന്നു. വാർത്ത വായിക്കാൻ എനിക്ക് അങ്ങനെ വാർത്ത കൊണ്ടുവന്നിട്ടുണ്ടോ? വാർത്ത കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് തെറ്റില്ല. സാർ അങ്ങനെ ഒരു അപകട സൂചന ഒന്നും തന്നില്ല. നല്ല സെൻസ് ഓഫ് ഹ്യൂമർ. അല്ല അപ്പൊ അവിടെ മനസ്സിലാകണമെങ്കിൽ ആ ഭാഗത്ത് സ്ലാങ് യൂസ് ചെയ്യേണ്ടവര്. അതെ, ഇതിപ്പോ ഞാൻ വാർത്ത വായിക്കേണ്ടത് അത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മാഡം. അതനുസരിച്ച് മനസ്സിലായല്ലോ. കണ്ടല്ലോ, അത് ആക്ഷൻ. അതാണ്. നമസ്കാരം, പുലർച്ചെ വാർത്തകളിലേക്ക് സ്വാഗതം. നമസ്കാരം, പൊൽച്ച വാർത്തയിലേക്ക് സ്വാഗതം. ആ നാട്ടില് പുലർക്കാലത്തിന് പൊലച്ചെന്നാ പറയുന്നത്. അത് അവിടെ വായിക്കാനുള്ള വാർത്തയല്ലേ, അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവുള്ള വാർത്തയല്ലേ. അപ്പൊ അതിങ്ങനെയൊക്കെ. താങ്ക് യു. അപ്പൊ അടുത്തതിലേക്ക് കിടക്കാം. പ്രിയമുള്ളവരെ, റയോ ഒളിമ്പിക്സ് വളരെ ഭംഗിയായി നടക്കുന്നു. നമ്മുടെ കിഷോർ അവിടെയുണ്ട്. കിഷോർ, നീ ഇപ്പോൾ എവിടെയാണ് അവിടെ ഉള്ളത്? റയോ ഒളിമ്പിക്സ് നല്ല പാങ്ങായിട്ട് നടക്കുന്നുണ്ട്. ഭംഗിയായിട്ട് നടക്കുന്ന പറഞ്ഞിട്ടില്ലേ? പാങ്ങ്, ഭംഗി. അവിടേക്ക് അങ്ങനെയാ, ഭംഗിക്ക് പാങ്ങ. പിന്നെന്ന് പറഞ്ഞേ ബാക്കി പോട്ടെ. കിഷോർ, നീ ഓടുത്തു. ഓടുത്തു? അവൻ ഓടിയാണോ അവിടെ ചെന്നത്? അല്ല, എവിടെ എവിടെ ഓടുത്തു? കിഷോർ, നീ ഓടുത്തു. അവിടെ ആരെല്ലാം ഉണ്ട്? അവിടെ ആരൊക്കെയുണ്ട്? നന്നായിരിക്കുന്നു. അടുത്തതിലേക്ക് കിടക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. പോലീസുകാരും മാധ്യമ പ്രവർത്തകരും തമ്മിൽ പൊരിഞ്ഞ വഴക്ക്. പോലീസുകാരും മാധ്യമ പ്രവർത്തകരും തമ്മിൽ ഭയങ്കര കലമ്പ്. എന്തോ ഇത്? അല്ല, ആ ഭാഗത്തുള്ള ആളുകൾക്ക് മനസ്സിലാകണ്ട. കലമ്പ് എന്ന് വെച്ചാ വഴക്ക്. കലമ്പ്. ഈ സംഭവം കേരളത്തിന്റെ പ്രവിശ്യ തന്നെയാണോ? നാടിനെ വല്ലതും പറഞ്ഞോ? ചോദിച്ചെന്നേ ഉള്ളൂ മാഡം, അങ്ങനെ ചൂടാകരുത്. അടുത്തത് കേട്ടോണം. പ്രശസ്ത കവി രാമചന്ദ്രൻ അന്തരിച്ചു. അസുഖം വന്ന് കിടപ്പിലായിരുന്നു. സംസ്കാരം വൈകുന്നേരം 6 മണിക്ക് വീട്ടുവളപ്പിൽ. പ്രശസ്ത കവി രാമചന്ദ്രൻ മരിച്ചിനി. മരിച്ചീനിയാ? മരിച്ചിനിയല്ല, പിന്നെ ചീമക്കിഴങ്ങ. മരിച്ചിനി, മരിച്ചു കഴിഞ്ഞു. മരിച്ചു കഴിഞ്ഞു. അപ്പൊ മരിച്ചു ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് മരിക്കോ? ആ ഭാഗത്ത് മരിച്ചിനി, വന്നിനി, പോയിനി, മരിച്ചിനി. മരിച്ചിനി. അസുഖം വന്ന് കിടപ്പിലായിരുന്നു. സൂക്കട് വന്നിട്ട് കിടപ്പിലാന്നുണ്ടായിനി. വൈകിട്ട് സൂക്കട് പറയില്ല. അസുഖം, അസുഖം, സൂക്കട്. ഇന്റർനാഷണൽ വാക്കാണ് സൂക്കട്. സൂക്കട് വന്ന് കിടപ്പിലാന്നുണ്ടായിനി. വൈകിട്ട് 6 മണിക്ക് വീട്ടുവളപ്പില് കത്തിക്കും. വൈകുന്നേരം 6 മണിക്ക് എന്നാ പുള്ളി നിലവിളക്കോ അതോ ദീപന്തോ? സംസ്കാരം പറഞ്ഞില്ലേ, കത്തിക്കുന്നു. മറ്റെന്താണ് വേറെ വാക്ക് പറഞ്ഞേ? വീട്ടുവളപ്പിൽ സംസ്കാരം. അതിനെ കത്തിക്കും. ആ നാട്ടിലൊക്കെ അങ്ങനെയാ കത്തിക്കുക. അപ്പൊ അടുത്തതിലേക്ക് കിടക്കാം. മദ്യപാനിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഭാര്യ ചൂലുകൊണ്ട് മദ്യപാനിയെ മർദ്ദിച്ചു. അദ്ദേഹം മരണപ്പെട്ടു. മദ്യപാനിയുടെ ശല്യം സഹിക്കാണ്ട് ഭാര്യ മാച്ചിയെടുത്ത് അടിച്ചിനി. ഭർത്താവ് ചത്തിനി. അപ്പൊ നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു മാക്സി എടുത്ത് അടിച്ചാൽ ഒരാൾ ചാവും അല്ലേ? മാക്സി അല്ല, മാക്സി അല്ല, മാച്ചി, ചൂലി, ചൂലി. നന്നായിരിക്കും. ഹലോ, ഒരു ഒരു ഫോൺ. ഹലോ, നീ ഓർത്തു വീട്ടിൽ പോയിട്ട് വന്നില്ലടാ? നീ വീട്ടിൽ പോയാ?
ആ എന്താ ഞാൻ പറഞ്ഞിട്ടെ അല്ല എന്ത് പറ്റിയത്? അതെ അല്ല നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? 5 മിനിറ്റ് ഈ പുള്ളിയോട് സംസാരിച്ചതാ. ഞാൻ ഈ കോലമായി. അപ്പൊ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. മാറ്റിയെടുത്തിട്ട് അടി വേണോ? വേണ്ട ഞാൻ പോയിട്ട് വരാം. ഇത് കൊണ്ടേക്കോ. ഒരുപാട് ചാനലുകൾ ഇനിയുണ്ട്. ഓക്കെ ബൈ. എനിക്ക് തോന്നുന്നു ഞാൻ അടൂർ സാറിന്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. അപ്പൊ അടൂർ സാറിന് ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. ലളിത ചേച്ചി ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ ഒരു സീരീസ്, അലിയാർ സാർ, നെടുമുടി സാർ, ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അവരുടെയൊക്കെ ലളിതാന്റിയുടെ കൂടെ കുറെ പടങ്ങൾ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ ആണെങ്കിലും ചെറുപ്പത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വേണുങ്കളുണ്ട്, കുട്ടേട്ടനുണ്ട്, വിജയരാഘവൻ അദ്ദേഹം ഉണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ലവ് സ്റ്റോറി എന്ന് തന്നെ പറയാം. ശരിക്കും ഇതിന് ഏറ്റവും ഇതായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും ഇടയിലുണ്ടാവുന്ന ഒരു പ്രണയമുണ്ടല്ലോ, ആ ഒരു പ്രണയത്തിന്റെ വേറൊരു തലമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം കാവ്യനെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലാണ്. കാര്യം ഇന്ന് സിനിമ റിലീസായി. സിനിമ ഒരുപാട് നാളെ തിയേറ്ററിൽ ഉണ്ടാവട്ടെ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഫ്യൂച്ചർ ലൈഫിലും കരിയറിലൊക്കെ ഒരുപാട് ഉയർച്ചയും സന്തോഷമൊക്കെ ഉണ്ടാകട്ടെ. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ ഈ അടിപൊളി എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ അതിഥിയും പുതിയ വിശേഷവുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. ചിന്തൻ നല്ലൊരു ടാറ്റ ബൈബ് തന്നെ നമുക്ക് കൊടുക്കാം. സോ ബൈ. Costume courtesy for Andrea, Kanak Elegant Design, Boutique and Kids 916 Jewelry, Pishari Kobil Road, Vaitila, Ernakulam.